രാസാത്തിയൊന്ന് കാണാതെ നെഞ്ച് കാത്താടി പോലാടുത്. രാസാത്തിയൊന്ന് കാണാതെ നെഞ്ച് കാത്താടി പോലാടുത്. പൊഴുതാകെ പോച്ച് വിളക്കേതിയാച്ച് പൊന്മാനെ ഉന്നെ തേടുത്. രാസാത്തിയൊന്ന് കാണാതെ നെഞ്ച് കാത്താടി പോലാടുത്. താങ്ക് യു. നല്ലൊരു തുടക്കമാണ്. എനിക്ക് ആദ്യ ചോദ്യം ദിവ്യയോട് തന്നെ ചോദിക്കാം. മലയാള ഭാഷയ്ക്ക് മാദക ഭംഗിയുണ്ടെന്ന് മനസ്സിലാക്കി തന്ന ഗായകനാണ് ജയചന്ദ്രൻ. പല തലമുറകൾ എല്ലാവരും ഒരേപോലെ പാടി നടക്കുന്ന ഒരു ആസ്വാദന രീതി. ഒരു ഉദാഹരണത്തിന് രാജീവ നയനെ പാടി നടന്ന ഒരു തലമുറ തന്നെയാണ് ഓലഞ്ഞാലിക്കുറി പാടി നടക്കുന്നത്. ജയചന്ദ്രൻ്റെ ഏത് ഭാവമാണ് ഒരു കലാകാരി അല്ലെങ്കിൽ ആസ്വാദക എന്ന നിലയ്ക്ക് ദിവ്യ ചേർത്ത് പിടിക്കുന്നത്? ഒരു ഭാവഗായകരൂടെയാണല്ലോ. അതെ, പ്രായത്തിനതീതമായി സംഗീതത്തിൽ ഭാവങ്ങൾ നിറച്ചു വെച്ച ഒരു വലിയൊരു മഹാ എന്നുള്ള രീതിയിലാണ് ഞാനെന്നും ജയചന്ദ്രനെ ഓർക്കുന്നത്. എൻ്റെ അമ്മയുടെ ഏറ്റവും ഇഷ്ടപ്പെട്ട ഗായകനായിരുന്നു. അത് കഴിഞ്ഞ് ഇപ്പോൾ എൻ്റെ അടുത്ത അമ്മയുടെ സുരേഖ ടീച്ചറിൻ്റെയും വളരെ ഇഷ്ടപ്പെട്ട ഗായകനാണ്. അങ്ങനെ വീട്ടിൽ എനിക്ക് തോന്നുന്നു ഏറ്റവും അധികം മൂളിപ്പാട്ട് കേട്ടിട്ടുള്ളത് ജയചന്ദ്രൻ്റെ പാട്ടുകളാണ്. അത് എൻ്റെ വീട്ടിൽ മാത്രമല്ല, ഒരു പക്ഷേ ഏതൊരു മലയാളിയുടെയും വീട്ടിൽ അങ്ങനെ ആയിരിക്കും എന്ന് എനിക്ക് തോന്നുന്നു. കാരണം പാടിയ ഗാനങ്ങളെല്ലാം തന്നെ എന്നും നമ്മൾ നെഞ്ചിലേറ്റുന്ന ഗാനങ്ങളാണ് എന്നുള്ളതാണ് അതിൻ്റെ ഏറ്റവും വലിയൊരു പ്രത്യേകത. അതിന് ഈ പറഞ്ഞ ഭാവങ്ങളും വികാരവുമാണ് ഏറ്റവും കൂടുതൽ ചിറകുകൾ ഏകിയിട്ടുള്ളത് എന്നാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. രണ്ട് ഭാവങ്ങളാണ് എന്നെ ഏറ്റവും അധികം ആകർഷിച്ചിട്ടുള്ളത്. ഒന്ന് തീർച്ചയായിട്ടും കാമുക ഭാവം തന്നെയാണ്. അതെല്ലാവർക്കും അങ്ങനെ തന്നെ ആയിരിക്കും എന്ന് എനിക്ക് തോന്നുന്നു. അതെ അതെ അതെ, ആ പാട്ട് തന്നെ അതിമനോഹരമായിട്ടുള്ള ഒരു ഗാനം. ഇന്ന് രാവിലെ ഞാൻ വരുന്നതിന് മുമ്പ് അതൊന്ന് കേട്ടിട്ടാണ് വന്നത്. അപ്പം ഞാൻ കുഞ്ഞിനെ കേൾപ്പിച്ച് കൊടുക്കുകയായിരുന്നു രാവിലെ അവൻ എണീറ്റപ്പോഴത്തേക്കും. ഇപ്പം അനുരാഗാനം പോലെ അഴകിൻ്റെ അല പോലെ ആരു നീ ദേവനേ എന്നായിരിക്കും എനിക്ക് പാടാൻ തോന്നുക. അപ്പോൾ അങ്ങനെ ജേട്ടൻ്റെ പാട്ടുകളെല്ലാം തന്നെ നമ്മൾ കേട്ട് കഴിയുമ്പോൾ നമ്മൾ അത്രമാത്രം അതിനെ ഉൾക്കൊണ്ട് അതിനെ നെഞ്ചിലേറ്റുന്നു എന്നുള്ളതാണ് ആ പാട്ടിൻ്റെ മാസ്മരികതയും അതിനെ അമർത്യവുമാക്കുന്നത് ശരിക്കും. അപ്പോൾ നമ്മൾ തലമുറകൾക്ക് അതീതമായി ഏതൊരു കാലഘട്ടത്തിലാണെങ്കിലും കുട്ടികൾ വളർന്ന് വലുതാകുമ്പോൾ മനുഷ്യന് ഒരിക്കലും നശിക്കാത്ത ഭാവം എന്ന് പറയുന്നത് പ്രണയം തന്നെയാണ്. എത്ര തലമുറകളായാലും നമ്മൾ എത്ര സിനിമകൾ എടുത്താലും അതേ പ്രണയം തന്നെ നമ്മൾ വീണ്ടും 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 പ്രതിപാദിച്ചുകൊണ്ടേയിരിക്കുകയാണ് സിനിമയിൽ. അതിനുള്ള കാരണവും അത് തന്നെയാണ്. ആത്യന്തികമായ മനുഷ്യനിൽ നശ്വരമല്ലാത്ത ഒരേ ഒരു ഭാവം ശരിക്കും പ്രണയം മാത്രമാണ്. ബാക്കി ഏത് ഭാവമാണെങ്കിലും ഏത് വികാരമാണെങ്കിലും മിന്നിമായും എന്നുള്ളതാണ് അതിൻ്റെ സത്യം. അപ്പം അതുകൊണ്ട് തന്നെ തലമുറകൾക്ക് അതീതമായി അദ്ദേഹത്തിൻ്റെ ഗാനങ്ങളും അദ്ദേഹത്തിൻ്റെ കാമുക ഭാവവും തീർച്ചയായും എല്ലാവരുടെയും ദിനങ്ങളെയും മനസ്സിനെയും ഒക്കെ വർണ്ണാഭമാക്കും എന്നുള്ളതിൽ ഒരു സംശയവുമില്ല.